കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് IP പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. നമ്മളിപ്പം പുതിയ ഫോണുകൾ വിപണിയിലെത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഫോണിൻ്റെ ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസിൽ പറയാറുണ്ട് IP67 അല്ലെങ്കിൽ IP66, IP68 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് എന്താണ് IP റേറ്റിംഗ് എന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, പക്ഷേ എന്നാലും ഒരു ഏകദേശം വൺ ലൈനൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ IP റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ ഡസ്റ്റ് ആൻഡ് ലിക്വിഡ് പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആധികാരികമായിട്ട് എന്താണ് ഈ IP പ്രൊട്ടക്ഷൻ, അതിൻ്റെ ആവശ്യം എന്താണ്, ഈ 6, 7 തുടങ്ങിയിട്ടുള്ള ഡിജിറ്റ്സ് സൂചിപ്പിക്കുന്ന എന്തിനാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ടെക് ഇൻഫോർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. IP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രൊട്ടക്ഷൻ എന്നാണ് ഈ IP എന്ന വേർഡിൻ്റെ ഫുൾ ഫോം വരുന്നത്. അതിനുശേഷമുള്ള 2 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. ആ ഫസ്റ്റ് ഡിജിറ്റ് അപ് ടു 6 വരെയാണ് ഉണ്ടാവുക. ആ ഫസ്റ്റ് ഡിജിറ്റ് സൂചിപ്പിക്കുന്നത് ഡസ്റ്റ് പ്രൊട്ടക്ഷനെയും സെക്കൻഡ് ഡിജിറ്റ് സൂചിപ്പിക്കുന്നത് ലിക്വിഡ് പ്രൊട്ടക്ഷനെയാണ്. അത് അപ് ടു 8 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ആധികാരികമായിട്ട് ഈ 6, 7 അപ് ടു 6ഉം അപ് ടു 8ഉം വരുന്ന ഈ ലിക്വിഡ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ്റെ ഫുൾ ഫോം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അവരുടെ ഫോണിൻ്റെ IP റേറ്റിംഗ് എന്താണെന്ന്. ഫോൺ വാങ്ങിച്ച് വില കൊടുത്ത് സ്വന്തമാക്കിയതിന് ശേഷം പിന്നെ ചെറിയ ഒന്ന് മഴ കൊണ്ടപ്പോഴേക്കും കേടായി പോണ അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ സീരിയസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യാം. IP കഴിഞ്ഞതിന് ശേഷം 2 ഡിജിറ്റാണ് വരുന്നത്. ആദ്യത്തെ ഡിജിറ്റ് സൂചിപ്പിക്കുന്നത് സോളിഡ് പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ്. സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഫോണിൽ വീണാൽ എന്ത് സംഭവിക്കുന്നുള്ള അതിൻ്റെ പ്രൊട്ടക്ഷൻ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് അപ് ടു 6 വരെയാണ് ഉള്ളത്. സെക്കൻഡ് ഡിജിറ്റ് സൂചിപ്പിക്കുന്നത് ലിക്വിഡ് പ്രൊട്ടക്ഷനാണ്, അപ് ടു 8. അത് നമുക്ക് ലേറ്റ് സംസാരിക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഈ സോളിഡ് പ്രൊട്ടക്ഷൻ 1 to 6 വരെയുള്ള ഡിജിറ്റ് എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം. IP കഴിഞ്ഞ് ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ് എങ്കിൽ 50 mm മുകളിലുള്ള വസ്തുക്കളിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി ആ ഡിജിറ്റ് 2 ആണ് എന്നുണ്ടെങ്കിൽ 12 mm മുകളിലുള്ള വസ്തുക്കളിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. എക്സാമ്പിൾ കൈ, വിരൽ ഒക്കെ. IP കഴിഞ്ഞ് ഫസ്റ്റ് ഡിജിറ്റ് ഇനി 3 ആണ് എങ്കിൽ 2.5 mm മുകളിലുള്ള വസ്തുക്കളിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ ടൂൾസ്, വയർസ് അങ്ങനത്തെയൊക്കെ. ഇനി IP കഴിഞ്ഞ് വരുന്ന നമ്പർ 4 ആണ് എന്നുണ്ടെങ്കിൽ ചെറിയ വയേഴ്സ് അതൊക്കെയാണ് അതിൽ വരുന്നത്. 1 mm മുകളിലുള്ള എല്ലാ സോളിഡ് ഒബ്ജക്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി സോളിഡ് പ്രൊട്ടക്ഷൻ്റെ ഡിജിറ്റ് 5 ആണ് കാണിക്കുന്നതെങ്കിൽ ഡസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. 6ഉം ഡസ്റ്റ് പ്രൊട്ടക്റ്റഡ് തന്നെയാണ്. പക്ഷേ 5ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണെങ്കിൽ കുറച്ച് പൊടിയൊക്കെ കയറാൻ സാധ്യതയുണ്ട്. 6 ആണെങ്കിൽ ഡസ്റ്റ് ടൈറ്റ് ആണ്, പൊടി കാര്യങ്ങളും തീരെ അകത്ത് കയറില്ല. അപ്പോൾ ഈ 6 വരെയുള്ള ഡിജിറ്റ്സ് ആണ് സോളിഡ് ഒബ്ജക്ട്സിൻ്റെ പ്രൊട്ടക്ഷനെ കാണിക്കുന്നത്. IP കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഡിജിറ്റ് 1 ആണ് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വാട്ടർ ഡ്രോപ്സ് വീണിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് വേർട്ടിക്കലി വീഴുന്ന വാട്ടർ ഡ്രോപ്സ്, ഇങ്ങനെ നേരെ മഴ, കുഞ്ഞി ചാറ്റൽ മഴയൊക്കെ നേരെ വന്ന് ഫോണിലേക്ക് വീഴുകയാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇനി ഈ ഡിജിറ്റ് 2 ആണ് എന്നുണ്ടെങ്കിൽ 15 ഡിഗ്രി വരെ ചെരിഞ്ഞ് ഫോണിലേക്ക് വീഴുന്ന ഡ്രോപ്സ് അല്ലെങ്കിൽ മഴവെള്ളം ഉൾപ്പെടെയുള്ള വെള്ളത്തിൻ്റെ കാര്യങ്ങളൊന്നും ഫോണിന് അത്ര വലുതായിട്ട് ബാധിക്കില്ല. ഈ IP കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ നമ്പർ ഇനി 3 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ 3 ആണ് എങ്കിൽ സ്പ്രേ ചെയ്തിട്ട്, അതായത് വേർട്ടിക്കലി 60 ഡിഗ്രി വരെ ചെരിഞ്ഞ് ഫോണിലേക്ക് സ്പ്രേ ചെയ്യുന്ന വെള്ളം ഫോണിന് കുഴപ്പമുണ്ടാക്കില്ല, അത് ഫോൺ പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി ആ ഡിജിറ്റ് 4 ആണ് എന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനും, ഫോണിൻ്റെ 4 ഡയറക്ഷനിൽ നിന്നും നമ്മൾ ഫോണിലേക്ക് വെള്ളം സ്പ്രേ ചെയ്താലും ഫോൺ പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി IP കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഡിജിറ്റ് 5 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം കുറച്ച് ഒഴുകി വന്നിട്ടുണ്ടെങ്കിലും, എല്ലാ ഡയറക്ഷനിൽ നിന്നും വെള്ളം ഒഴുകി വന്നിട്ടുണ്ടെങ്കിലും ഫോണിന് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ഇനി ആ നമ്പർ 6 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും കുറച്ചുകൂടി പവർഫുള്ളായിട്ട് വെള്ളം വരികയാണെങ്കിലും ഫോണിന് വലിയ കേടൊന്നുമില്ല. ഇനി IP പ്രൊട്ടക്ഷനിലെ സെക്കൻഡ് ഡിജിറ്റ് 7 ആണ് എന്നുണ്ടെങ്കിൽ ഫോൺ വെള്ളത്തിൽ വീണാൽ വലിയ പ്രശ്നമില്ല. അതായത് വെള്ളത്തിൽ വീണ് ഒരു മീറ്റർ ആഴത്തിൽ 30 മിനിറ്റോളം നേരം മുങ്ങിക്കിടക്കാൻ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫോണിന് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ലിക്വിഡ് പ്രൊട്ടക്ഷൻ്റെ നമ്പർ 8 ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കൂടി വെള്ളത്തിൽ മുക്കി കിടക്കും. അതായത് ഈ 1.5 മീറ്ററോളം ആഴത്തിൽ 30 മിനിറ്റ് നേരം നമുക്ക് മുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ IP67, 68 അതായത് ലിക്വിഡ് പ്രൊട്ടക്ഷൻ 7ഓ 8ഓ വരുന്നത് അത് വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിലൊന്നും വലിയ
പ്രശ്നം വരുന്നില്ല. അത്രയും പ്രഷറിൽ ഇപ്പോൾ 1 മീറ്റർ ആഴത്തിൽ വീണാൽ അല്ലെങ്കിൽ 1.5 മീറ്റർ ആഴത്തിൽ വീഴുകയും അരമണിക്കൂറോളം മുങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോൾ അത്രയും ആ പ്രഷറിനെയും കാര്യങ്ങളെയും ഫോണിന് പിടിച്ചു വെക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വില കൊടുത്ത് വാങ്ങുന്ന ഫോൺസ് ഒന്ന് വെള്ളത്തിൽ വീണപ്പോഴേക്കും പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ കുറയും. ഇപ്പോൾ വരുന്ന മാക്സിമം ഫോൺസും ഈ ഒരു IP67, 68 തുടങ്ങിയിട്ടുള്ള റേറ്റിങ്ങോട് കൂടിയിട്ടാണ് എത്തുന്നത്. ഇപ്പം ഹുവായിൻ്റെ P20 Pro, അതുപോലെ LGൻ്റെ G7 ThinQ എന്ന് പറഞ്ഞ ഫോണ്, അങ്ങനെ HTCൻ്റെ വേറെ കുറച്ച് മോഡലുകളൊക്കെ തന്നെ, സാംസങ് S9 തുടങ്ങിയിട്ടുള്ള മോഡൽസൊക്കെ ഈ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു. അതിലവർ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ IP67, 68 പ്രൊട്ടക്ഷനുള്ള ഫോണുകൾ പൂളിൽ യൂസ് ചെയ്ത സമയത്ത് അത് കേടായി, അതുപോലെ കടലിൽ യൂസ് ചെയ്ത സമയത്ത് അത് കേടായി എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഈ IP67, 68 റേറ്റിംഗ് ഉള്ള ഫോണുകൾ തന്നെ നമ്മൾ കടലിലും സ്വിമ്മിംഗ് പൂളിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വ്യത്യാസമുണ്ട്. കാരണം ശുദ്ധവെള്ളത്തിലാണ് ഇത് നിൽക്കുന്നത്. ഉപ്പ് വെള്ളവും അതുപോലെ ക്ലോറിനേറ്റഡ് വാട്ടറാണ് പൂളിലുണ്ടാവുക. ഈ വെള്ളമൊക്കെ തന്നെ ഫോണിന് ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്കൊക്കെ നിങ്ങൾ ഫോൺ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. കാരണം ക്ലോറിനേറ്റഡ് വാട്ടറിലും അതുപോലെ സോൾട്ട് വാട്ടറിലൊന്നും അങ്ങനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ പ്രൊട്ടക്ഷന് സാധിക്കില്ല. ഇനി അടുത്ത റേറ്റിങ്ങിൽ കുറച്ചുകൂടി നല്ല റേറ്റിംഗുള്ള ഫോൺസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനും പറ്റുന്ന അണ്ടർ വാട്ടറിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ പ്രൊട്ടക്ഷൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫോൺസ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ IP പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോൺസ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത്രയും ഗമ്മും റബ്ബേഴ്സും സ്പെഷ്യൽ പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ടാണ് അവർ ഫോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്ര പെട്ടെന്ന് വെള്ളവും ഡസ്റ്റും ഒന്നും ഉള്ളിൽ കടക്കൂല. അത്രയും അഡ്വാൻസ് ആയിട്ടാണ് അവർ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പം വീണ്ടും പറയാനുള്ള കാര്യം, മിനിമം IP67 or 68 റേറ്റിംഗ് ഉള്ള ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വില കൂടിയ ഫോണുകളാണെങ്കിൽ അതും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണ് ഇങ്ങനെ IP67, 68 ആണ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അത് വെള്ളത്തിലൊട്ടൊന്നും പരീക്ഷണം ചെയ്യാതിരിക്കുക. ഇത് പരീക്ഷിച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിലാണ് ഈ ഒരു IP റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടെക് മലയാളത്തിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.